നമുക്ക് എന്നും സ്പെഷ്യലായിരിക്കില്ലേ നമ്മളെ അമ്മച്ചിൻ്റെ ബിരിയാണി. അതെ, എൻ്റെ അമ്മച്ചിൻ്റെ ബിരിയാണി കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും. കാരണം ഇതിൽ മസാലയൊക്കെ കുറവാണ്. ഇതിനായിട്ട് 4 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ട് നീളങ്ങത്തിലിങ്ങനെ അരിഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കേക്ക് അതൊക്കെ റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്കൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണ വലിയ ഉള്ളി ഇതേപോലെ ഇട്ടുകൊണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ, ഉപ്പൊക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 4 കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ അമ്മച്ചി മഞ്ഞൾപ്പൊടി ഇടലില്ല കേട്ടോ, കാരണം മഞ്ഞ കളർ ആർക്കും ഇഷ്ടമില്ല. പിന്നെ ഇതേപോലെ ചിക്കട്ട് നന്നായിട്ട് എല്ലായിടത്തും മസാല ആവണ വരെ ഇളക്കി കൊടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ തൈര് ഇതേപോലെ ആഡ് ചെയ്ത് പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഇട്ട് മൂടി വെക്കുക. ഒരു കഷ്ണം മാഗി ക്യൂബ് ഇട്ടാ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കുടുക്കിയിൽ വെള്ളം വെച്ച് അതിലേക്ക് ബിരിയാണീൻ്റെ ഇലയൊക്കെ ഇട്ട് കണ്ട് അതോടെ തിളക്കട്ടെ. അതിന് ശേഷം പിന്നെ അരിയിട്ട് അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദമ്മിടട്ടോ, ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ദമ്മിടലൊക്കെ നമുക്ക് അറിയാമല്ലോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ ഇതേപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും മല്ലീൻ്റെ ഇലയും ക്യാരറ്റൊക്കെ ഇട്ട് ഇതിവിടെ ദമ്മിലേക്ക് എടുക്കട്ടെ. അപ്പോൾ അത് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് പൊട്ടിച്ചെടുക്കട്ടെ. 1 മണിക്കൂറൊക്കെ കഴിക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെയാണ്. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.